പ്രിയ വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പുറത്തു വന്നു. വളരെ നല്ലൊരു റിസൾട്ടാണ് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് എന്നതിൽ സന്തോഷിക്കുന്നു. ഈ കൊറോണയുടെ സമയത്ത് എഴുതിയ പരീക്ഷ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷയുടെ ഒരു ചെറിയ വിശകലനമാണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്തായിരിക്കും നടപടികൾ എന്നൂടെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമായിട്ട് ഈ വർഷത്തെ റിസൾട്ടിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. റിസൾട്ട് ഓവറോൾ ഈ വർഷം 98.82% കുട്ടികൾ വിജയിച്ചു. ഈ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 98.11% കുട്ടികളാണ് വിജയിച്ചത്. അപ്പോൾ തന്നെ 0.71% വിദ്യാർത്ഥികൾ ഈ വർഷം സംസ്ഥാനത്തൊട്ടാകെ ജയിച്ചിട്ടുണ്ട്. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിലും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം 2020 41,906 പേർക്ക് ഫുൾ A+ എല്ലാ വിഷയത്തിനും ഫുൾ A+ ലഭിച്ചു. ആ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 37,334 കുട്ടികൾക്കാണ് ലഭിച്ചത്. ഏതാണ്ട് 4,572 കുട്ടികൾ അധികമായി ഈ വർഷം ഫുൾ A+ നേടി. ഈ കോവിഡ് കാലത്തും കുട്ടികൾ നന്നായിട്ട് പഠിച്ച് വിഷയങ്ങൾക്കെല്ലാം ഫുൾ A+ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കുട്ടികൾക്ക് പ്രത്യേകം അഭിനന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് വിജയിപ്പിച്ച ജില്ലയാണ്. ആ ജില്ല ഈ വർഷം പത്തനംതിട്ടയാണ്. കഴിഞ്ഞ വർഷവും പത്തനംതിട്ട, തുടർച്ചയായ 2 വർഷവും പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല. അതോടെ 100% കുട്ടികളെ വിജയിപ്പിച്ച സ്കൂളുകൾ ഈ വർഷം 1837. കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് 1703 സ്കൂളുകളെ ഉള്ളായിരുന്നു. അപ്പോൾ 134 സ്കൂളിൻ്റെ വർധനവാണ് ഈ വർഷം 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം 1737, കഴിഞ്ഞ വർഷം 1703 സ്കൂളുകളുടെ വർധനവ്, ഏതാണ്ട് 134 സ്കൂളുകൾ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് ഓടിച്ചു നോക്കാം. 2020 താഴെ കാണുന്ന 2020 ഈ വർഷത്തെ ആദ്യം നോക്കാം നമുക്ക്. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യാം. ഗവൺമെൻറ് സ്കൂളിൽ അറ്റൻഡ് ചെയ്തത് 1,38,339 പേരാണ്. അതിലെ 1,35,915 പേര് വിജയിച്ചു. 2,424 പേര് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഈ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 1,41,894 പേരാണ് അറ്റൻഡ് ചെയ്തത്. വിജയിച്ചത് 138, 1,38,129. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആയത് 3,765. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഈ വർഷം അവിടെ വിജയശതമാനം കൂടുതലാണ് ഗവൺമെൻറ് തലത്തിൽ. ഇനി എയ്ഡഡിലേക്ക് വരാം. എയ്ഡഡിൽ ഈ വർഷം പരീക്ഷ എഴുതിയത് 2,53,306 കുട്ടികളാണ്. അതിൽ ഹയർ സ്റ്റഡീസിന് എലിജിബിളായത് 2,50,813 നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആയത് 2,493. ഈ സ്ഥാനത്ത് എയ്ഡഡ് സ്കൂളിൽ കഴിഞ്ഞ വർഷം 2,61,863 പേര് പരീക്ഷ എഴുതി. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് 2,57,543. നോട്ട് എലിജിബിളായത് 4,320. അവിടെയും തോൽക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ വിജയശതമാനം ഈ വർഷമാണ് കൂടുതൽ പേര് വിജയിച്ചിരിക്കുന്നത്. തോറ്റ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തേത്. ഇനി അൺഎയ്ഡഡ് സ്കൂളിലേക്ക് വന്നാൽ ഈ വർഷം എഴുതിയത് 30,447 പേരാണ്. വിജയിച്ചത് 30,373 പേരാണ്. 74 പേർക്ക് മാത്രമേ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഉള്ളൂ. എന്നാൽ ഇത് കഴിഞ്ഞ വർഷം 2019 30,972 പേര് ആയിരുന്നു എഴുതിയത്. വിജയിച്ചത് 30,841. 131 പേര് അവിടെ നോട്ട് എലിജിബിളായി. അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ തോറ്റായിട്ട് കാണുന്നു. ഇനി ഫുൾ A+ എണ്ണത്തിലേക്ക് വരാം നമുക്ക്. ഫുൾ A+ ബോയ്സും ഗേൾസും എയ്ഡഡ്, ഗവൺമെൻറ്, അൺഎയ്ഡഡ് ആയിട്ട് തിരിച്ച് നമുക്ക് പറയാം. 2020 ഗവൺമെൻറ് തലത്തിൽ ആൺകുട്ടികൾ 37,731 ആൺകുട്ടികളും 8,102 പെൺകുട്ടികളും അങ്ങനെ 11,833 ഫുൾ A+ ഗവൺമെൻറ് തലത്തിൽ ഈ വർഷം ലഭിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം 2019 2,875 ബോയ്സ്, 6,718 ഗേൾസ്, 9,523, ഏതാണ്ട്
2000-ഓളം കുട്ടികളുടെ വർധനവാണ് A+ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. നല്ലൊരു വർധനവാണ് ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളിൽ ഈ വർഷം 7459 കുട്ടികൾക്ക് ബോയ്സിന് ഫുൾ A+ ലഭിച്ചു. ഗേൾസിന് 17558 കുട്ടികൾക്ക് ലഭിച്ചു. അങ്ങനെ മൊത്തം 25017 കുട്ടികൾക്കാണ് ഈ വർഷം എയ്ഡഡ് തലത്തിൽ ഫുൾ A+ ലഭിച്ചത്. എന്നാൽ ഈ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ബോയ്സിന് 6954, ഗേൾസിന് 15455, മൊത്തം 22409. അവിടെയും ഈ വർഷം എയ്ഡഡ് മേഖലയിലും A+ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അൺഎയ്ഡഡ് മേഖലയിൽ കഴിഞ്ഞ വർഷം 1855 ബോയ്സിന് ലഭിച്ചിരുന്നു. 3477 ഗേൾസിന് ഫുൾ A+ ലഭിച്ചു. അങ്ങനെ മൊത്തം 5332. എന്നാൽ ഈ വർഷം ബോയ്സിന് 1618, ഗേൾസിന് 3438, മൊത്തം 5056. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ അൺഎയ്ഡഡ് മേഖലയിൽ A+ൻ്റെ എണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും A+ കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ A+ൻ്റെ എണ്ണത്തിൽ നേരിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം 5056 ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇത് 5332 ആയിരുന്നു. നമുക്ക് ജില്ലാ വൈസ് ഒരു ചെറിയ അനാലിസിസ് നടത്താം. കഴിഞ്ഞ വർഷത്തെ ജില്ലാ വൈസ് നേട്ടം കൊയ്തതിൽ ഒന്നാമത് വന്നത് പത്തനംതിട്ട തന്നെയാണ്. ഈ വർഷവും പത്തനംതിട്ടയാണ്. കഴിഞ്ഞ വർഷത്തെയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം പത്തനംതിട്ടയ്ക്ക് 99.34% വിജയമുണ്ടായിരുന്നു. ഈ വർഷം ആ സ്ഥാനത്ത് പത്തനംതിട്ടയ്ക്ക് ഒന്നാം സ്ഥാനമാണ്. 99.71% വർധനമുണ്ട്. രണ്ടാം സ്ഥാനം കഴിഞ്ഞ വർഷം കണ്ണൂരായിരുന്നു, 99.15. അത് ഈ വർഷം കണ്ണൂർ അല്പം താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർഷം ആലപ്പുഴയ്ക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്, 99.57%. കഴിഞ്ഞ വർഷം ഇത് ആലപ്പുഴയ്ക്ക് 4ാം സ്ഥാനമായിരുന്നു. ഈ വർഷം അത് 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എറണാകുളത്തിന് ആയിരുന്നു 3ാം സ്ഥാനമെങ്കിൽ ഈ വർഷം കോട്ടയത്തിനാണ് 3ാം സ്ഥാനം. 99.38 ഈ വർഷത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം കോട്ടയത്തിന് 98.68 പെർസെൻറ്റേജിൽ അവർക്കും വർധനമുണ്ട്. കഴിഞ്ഞ വർഷം 4ാം സ്ഥാനത്തായിരുന്ന ആലപ്പുഴ ഈ വർഷവും 2ാം സ്ഥാനത്ത് വന്നു, അത് പറഞ്ഞു. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്ത് വന്നിരുന്ന തൃശ്ശൂർ ഈ വർഷം 9ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്, 98.93%. കഴിഞ്ഞ വർഷം അവർക്ക് 98.78%. കഴിഞ്ഞ വർഷം 6ാം സ്ഥാനത്ത് വന്ന കോട്ടയം ഈ വർഷം 3ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഈ വർഷം അവർക്ക് കിട്ടി 99.38. കഴിഞ്ഞ വർഷം 7ാം സ്ഥാനത്ത് വന്ന കാസർഗോഡ് ഈ വർഷം വന്നിരിക്കുന്നത് 12ാം സ്ഥാനത്താണ്. ഈ വർഷം അവർക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് 98.61%. കഴിഞ്ഞ വർഷം 8ാം സ്ഥാനത്ത് വന്നിരുന്ന ഇടുക്കി ഈ വർഷം 6ാം സ്ഥാനത്ത് വന്നു. ഈ വർഷം അവർക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് 99.23%. കഴിഞ്ഞ വർഷം 9ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന കൊല്ലം ഈ വർഷം വന്നിരിക്കുന്ന 7ാം സ്ഥാനത്താണ്. 9ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന കൊല്ലം ഈ വർഷം 7ാം സ്ഥാനത്ത് വന്നു. അവർക്ക് 99.08%. കഴിഞ്ഞ വർഷം 10ാം സ്ഥാനത്ത് വന്നിരുന്ന ട്രിവാൻഡ്രം ഈ വർഷം 8ാം സ്ഥാനത്ത് വന്നു. അവർക്ക് കിട്ടിയിരിക്കുന്നത് 98.94. കഴിഞ്ഞ വർഷം 11ാം സ്ഥാനത്ത് വന്നിരുന്ന മലപ്പുറം ഈ വർഷം അതേ സ്ഥാനം തന്നെ നിലനിർത്തി, 11ാം സ്ഥാനം. കഴിഞ്ഞ വർഷം 12ാം സ്ഥാനത്ത് വന്ന കാസർഗോഡ് ഈ വർഷം 12ാം സ്ഥാനത്ത് തന്നെയാണ്. കഴിഞ്ഞ വർഷം 13ാം സ്ഥാനത്ത് വന്ന പാലക്കാട് ഈ വർഷം 10ാം സ്ഥാനത്ത് കയറി, അവർക്ക് 98.74% വിജയമാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം 14ാം സ്ഥാനത്ത് വന്ന വയനാട് ഈ വർഷം 14ാം സ്ഥാനത്താണ്. അവർക്കും 95.04% മാർക്ക് പെർസെൻറ്റേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജില്ലകൾ വലിയ വ്യത്യാസങ്ങളിൽ എല്ലാം 99%, 98% വിജയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനിയും ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് PKKM HSS ഇടരിക്കോടാണ്. 2327 കുട്ടികൾ പരീക്ഷ എഴുതി. ഏറ്റവും കുറവ് എഴുതിയത് ഗവൺമെൻറ് HSS തെക്കേക്കര 2 കുട്ടികളാണ് പരീക്ഷയ്ക്ക് എഴുതിയത്. അപ്പം
റിസൾട്ടിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള അനാലിസിസാണ് ഇവിടെ നടത്തിയത്. കൂടുതൽ നിങ്ങൾക്ക് സൈറ്റുകളിൽ നിന്നൊക്കെ ലഭിക്കും. ഇതൊരു ഓവറോൾ അവയർനെസ്സാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അവസരമുണ്ട്. ഇത് 2/7/2020 മുതൽ 7/7/2020 വരെ അവർക്കിതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക, പുനർമൂല്യനിർണ്ണയത്തിനുള്ള അവസരം 2/7/2020 മുതൽ 7/7/2020 വരെയാണ് അവസരം. ഈ സമയത്ത് കുട്ടികൾ ആർക്കെങ്കിലും ഗ്രേഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയം വിനിയോഗിക്കുക, ശ്രദ്ധിക്കുക. സേ പരീക്ഷയ്ക്കുള്ള അവസരമുണ്ട്. പരമാവധി 3 വിഷയങ്ങൾ സേ പരീക്ഷയ്ക്ക് എഴുതാം. സേയോടൊപ്പം തന്നെ റെഗുലറായിട്ട് ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. അത് കൊറോണ കാലത്ത് നടത്തിയ പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക്, അതായത് കൊറോണ കാലത്ത് നടത്തിയത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയം കൂടി റെഗുലറായിട്ട് ഈ സേ പരീക്ഷയോടൊപ്പം കുട്ടികൾക്ക് എഴുതാം. സേ പരീക്ഷയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ആ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് റെഗുലറായിട്ടും കൊറോണ കാലത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനിയും ഒരു കാര്യം, 2018-19 വർഷത്തെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്. ഡിജി ലോക്കറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. 2019 വർഷത്തെ ഇത് സേ പരീക്ഷയ്ക്ക് ശേഷം ഡിജി ലോക്കറാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അതുപോലെ തന്നെ +1 അഡ്മിഷന് വേണ്ടിയുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാവരും 10ാം ക്ലാസ് പാസ്സായ കുട്ടികളെല്ലാവരും സാധാരണഗതിയിൽ പോകാറുള്ളത് +1 അഡ്മിഷന് വേണ്ടിയാണ്, +1 ക്ലാസ്സിന് വേണ്ടിയുള്ള അഡ്മിഷന് വേണ്ടിയാണ്. ഏകജാലകത്തിൻ്റെ അഡ്മിഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കും. ഏകജാലകത്തിൻ്റെ അഡ്മിഷൻ നടക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ നടത്തി കഴിയുമ്പോൾ അവിടെയും ഓൺലൈൻ ക്ലാസ് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയിൽ ഏതാണ്ട് 4,23,975 സീറ്റുകൾ ഉണ്ട്. അതിൽ കുറവ് കുട്ടികളാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4,17,101 കുട്ടികളാണിപ്പോൾ വിജയം നേടിയിരിക്കുന്നത്. അവരുടെ സീറ്റുകൾ 4,23,975 സീറ്റാണ്. ഈ സീറ്റ് എല്ലാവർക്കും അപ്പോൾ ലഭിക്കത്തക്ക രീതിയിലാണുള്ളത്. അതോടൊപ്പം തന്നെ VHSCക്ക് പോകാൻ പറ്റും, മറ്റ് ITA കോഴ്സുകൾക്ക് പോകാൻ പറ്റും. ധാരാളം അവസരങ്ങളുണ്ട്. ഇതൊരു ചെറിയ അവയർനെസ്സാണ്. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു.